നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരികളുടെ പ്രതിഷേധം. സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. RBDCK-യാണ് നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ശുചിമുറി മാലിന്യം കായലിലേക്ക് ഒഴുകി. കരുനാഗപ്പള്ളി 14-ാം ഡിവിഷനിലാണ് സംഭവം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ഭരണിക്കാവിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തി. MLA-യുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോവൂർ കുഞ്ഞുമോൻ MLA-യുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണിക്കാവ് മേഖലയിലെ വ്യാപാരികൾ ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പ്രതിഷേധം നടത്തിയത്. ഞങ്ങളുടെ സമരം കണ്ടില്ലെന്നടിക്കേണ്ട. ധർണ നടത്തി സമരങ്ങൾ ശക്തമാക്കും. വ്യവസായി ഐക്യം സിന്ദാബാ. സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുക. ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണമെന്നുള്ളതാണ് വ്യാപാരികളുടെ ആവശ്യം. നമ്മളൊരു അക്രമ സമരത്തിനൊന്നായിട്ടല്ല വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 1-ാം തീയതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ ഒരു കൂട്ടമാണ് നമ്മുടെ വ്യാപാരികൾ. നമ്മൾ മാത്രമല്ല, ആ പ്രദേശങ്ങളിൽ ചുറ്റുപാടും താമസിക്കുന്ന ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ യാത്രാക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരവസരം. 1 കിലോമീറ്ററും 1/2 കിലോമീറ്ററൊക്കെ നടന്ന് ബസ് കയറുകയും അവരുടെ സാധനങ്ങളിലേക്ക് പോകേണ്ട അവസരങ്ങളിലൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ചേർന്നില്ലേ? ഇല്ലല്ല, ആവശ്യമില്ല. എന്നോട് ചേർന്നിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ചേർത്ത് ആളുകൾ വേണ്ട, പോലീസുണ്ട്. അപ്പോ അശാസന പരിഷ്കരണം പൊതുജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ജനാധിപത്യമായ രീതിയിൽ നമ്മൾ സമരങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ നമ്മൾ കടകൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധികളിവിടെ എത്തിയത്. കാരണം തുടർന്ന് നമ്മൾ കടയടപ്പ് സമരങ്ങളായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബുധനാഴ്ച മുതൽ കടയടയ്ക്കുന്നതിനും. പ്രതിഷേധക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത ചർച്ച നടത്തി. ട്രാഫിക് റെഗുലേറ്ററി യോഗം കൂടിയ ശേഷം വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കാമെന്ന് അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതേ തുടർന്ന് ബുധനാഴ്ച മുതൽ നടത്തുമെന്ന് അറിയിച്ചിരുന്ന അനിശ്ചിതകാല കടയെടുപ്പ് സമരം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ AK ഷാജഹാൻ, A. ബഷീർകുട്ടി, G. അനിൽകുമാർ, ശശിധരൻ, സഞ്ജയ് പണിക്കർ, L. കുഞ്ഞുമോൻ, മുഹമ്മദ് ഹാഷിം, A. നജീർ, സുധീഷ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുശേഖരണ യജ്ഞം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബുദ്ദീൻ മദിരിമയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയാൾ സമരയാത്ര സംഘടിപ്പിക്കും. നവംബർ 1-ന് യാത്ര ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മഹാത്മാ അയ്യങ്കാളിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒപ്പുശേഖരണ യജ്ഞം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നവംബർ 1-ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഹാബുദ്ദീൻ മദിരിമയുടെ നേതൃത്വത്തിൽ യാത്ര നടത്തുന്നു. മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പോരാട്ടങ്ങളും വരും തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലോകത്തിലാദ്യമായി വിദ്യാഭ്യാസത്തിന് വേണ്ടി കർഷക തൊഴിലാളി സമരം സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ പേരിൽ കേരളത്തിൽ ഒരു സർവകലാശാല ആരംഭിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോഴേ ആ ആവശ്യത്തോട് താല്പര്യപ്പെട്ടാണ് ഞാനടക്കമുള്ള ആളുകളോട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ ഒപ്പുശേഖരണ പരിപാടി കേരള പിറവി ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഈ നാടിന്റെ പൊതുവായൊരു വിഷയം നിലയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നിരവധി ദളിത് സംഘടനകളുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിപാടി പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്വസ്ഥ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. നവംബർ 1 മുതൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഒപ്പുശേഖരണ യജ്ഞത്തിന്
മഹാത്മാ അയ്യങ്കാളി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും പോരാട്ടങ്ങളെയും വരും തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്ന് ഉഷാലയം ശിവരാജൻ, ബിജു തിരുവാതിര, കർണൻ ജ്യോതി കൊട്ടിയം, ഷിഹാബുദ്ദീൻ മധുരിമ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം. പ്രദേശത്ത് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. നിർവഹണ ഏജൻസിയായ RBDCക്കാണ് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചത്. പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ പ്രദേശത്ത് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതായി PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെയും PC വിഷ്ണുനാഥ് MLAയുടെയും സാന്നിധ്യത്തിൽ നിർവഹണ ഏജൻസിയായ RBDCക്ക് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചതിന്റെ അലൈൻമെന്റ് ഡ്രോയിംഗ് LA തഹസീൽദാർക്ക് സമർപ്പിക്കും. പദ്ധതിയുടെ അവസാന രൂപരേഖ RBDCക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ ആകെ നീളം റോഡ് ഭാഗം വരെ 460 മീറ്ററാണ്. പാലത്തിന്റെ നീളം 376 മീറ്ററും റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മേൽപ്പാലത്തിന്റെ ഭാഗം 25 മീറ്ററാണ്. പാലത്തിന്റെ വീതി 10 മീറ്ററാണ്. നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം 193.44 സെന്ററാണെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അധ്യാപകർക്ക് യൂണിഫോം വേണോ? വിദ്യാർത്ഥിനികളുടെ കത്ത് ചർച്ചയാകുന്നു. ഓച്ചിറ കുലശേഖരപുരം സ്വദേശിനി വരദശാസ്ത്രിയും വേദശാസ്ത്രിയുമാണ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രി സമൂഹ മാധ്യമത്തിൽ മന്ത്രി അധ്യാപകർക്ക് യൂണിഫോം വേണോ, ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിൽ സന്ദേശം അയച്ചതോടെയാണ് വിഷയം ചർച്ചയാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകർക്കും യൂണിഫോം ആകാമല്ലോ എന്നാണ് പുതിയ ചർച്ച. കഴിഞ്ഞ 13-നായിരുന്നു കുലശേഖരപുരം ഗവൺമെന്റ് HSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി വരദശാസ്ത്രിയും വവ്വാക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജിത്തി വേദശാസ്ത്രിയും മന്ത്രിക്ക് കത്തയച്ചത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും യൂണിഫോം ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞങ്ങളുടെ അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് വിദ്യാർത്ഥിനികൾ കത്തിലെഴുതിയത്. ഞാൻ കത്തെഴുതാൻ എനിക്ക് തോന്നിയത്, ഞങ്ങൾ കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമ്പോൾ ടീച്ചർമാർ കളർ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അവരും യൂണിഫോം ഇട്ടാൽ സ്കൂളിനൊരു ഭംഗിയായിരിക്കും. ഞങ്ങൾ ടീച്ചർമാരും കുട്ടികളും എല്ലാവരും ഒരേപോലെ ഇട്ടാൽ നല്ലൊരു മനോഹരമായിരിക്കും. വിദ്യാർത്ഥിനികൾ അയച്ച കത്തിലെ ആവശ്യം മന്ത്രി പൊതു ചർച്ചയ്ക്ക് വെച്ചു. അധ്യാപകർക്ക് യൂണിഫോം വേണോ, ചർച്ചകൾ നടക്കട്ടെ എന്ന തലക്കെട്ടിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി മന്ത്രി പോസ്റ്റ് ഇട്ടത്. അവിടെ ബുധനാഴ്ചകളിൽ യൂണിഫോം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കുലശേഖരപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായപ്പം അവിടെ എല്ലാ ദിവസവും യൂണിഫോം നിർബന്ധിക്കുന്നുണ്ട്. അവരെല്ലാ ദിവസവും കുട്ടികൾ യൂണിഫോം ധരിച്ചാൽ ചെല്ലുന്നത്. ഈ വിശേഷ ദിവസങ്ങൾ പോലും യൂണിഫോം നിർബന്ധിക്കുന്നതുകൊണ്ട് അവർ സ്കൂളിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞ്, ഞങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം നിർബന്ധിക്കുന്നു, നേരത്തെയുള്ള സ്കൂളിലതില്ല, അപ്പോൾ ഞങ്ങളുടെ അധ്യാപകർ കൂടെ അതുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് അവർ അതിനെന്ത് മാർഗമെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഫേസ്ബുക്കിലിട്ട് അധ്യാപകർക്കും യൂണിഫോം ഏർപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്ന് വരദയും വേദയും ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കാര്യമൊന്നും ആയില്ല. പക്ഷേ അതിനുശേഷം മന്ത്രി ഈ വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഓണം പോലെ ക്രിസ്മസ് പോലെ ദിവസങ്ങളിൽ ഒരു ദിവസം ഈ യൂണിഫോം ഒഴിവാക്കി കൊണ്ടൊരു ഉത്തരവിറങ്ങി. അപ്പോഴും ഈ അധ്യാപകർക്ക് യൂണിഫോം വേണമെന്നുള്ളൊരു വാദം കുട്ടികൾ ഉയർത്തിയപ്പോൾ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മന്ത്രി അപ്പൊപ്പനൊരു കത്തയക്കി, അദ്ദേഹം അത് എന്തെങ്കിലും നടപടി എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു കത്തയച്ചപ്പോഴാണ് മന്ത്രി അത് ഈ കത്ത് ഫേസ്ബുക്കിൽ ഒരു പൊതു ചർച്ചയ്ക്കായി സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ആ ചർച്ചയാണ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ നടന്നു വരികയും ചെയ്യുന്നത്. ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലെ പോലെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞിരുന്നു, എന്നും അമ്മയെ അവിടെ കളർ ഡ്രസ്സ് ഇടാൻ വെക്കത്തില്ല, എന്ന് യൂണിഫോമാണ്. അപ്പോൾ എനിക്ക് മന്ത്രിക്കൊരു കത്തെഴുതിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് എന്നോട് ഇങ്ങനൊരു ആശയം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ് മോടെ അച്ഛനും പിന്തുണ നൽകി ഒരു കത്തെഴുതി മന്ത്രി അങ്കിളിനെ അയക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കണക്ട് കുണ്ടറ പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് കൊമേഴ്സ് കരിയർ കോൺക്ലേവും സംഘടിപ്പിച്ചു. മികച്ച രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്
രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് കണക്ട് കുണ്ടറ. ആൻഡ് ഈ ഒരു പദ്ധതിയുടെ 4ാമത്തെ ഘട്ടത്തിലേക്ക് അത് പ്രവേശിച്ചു. ഇന്നത് പ്രവേശിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ്സും. സോ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് ഔപചാരികമായിട്ട് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കണക്ട് കുണ്ടറ. PC വിഷ്ണുനാഥ് MLA നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടനമാണ് കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്. ഡോക്ടർ രാജു നാരായണസ്വാമി IAS ഉദ്ഘാടനം ചെയ്തു. പഠനം ഒരു തപസ്യയാണ്, ഒരു സബരിയാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം, ലക്ഷ്യബോധം, ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത, ആത്മാർത്ഥത, ഏകാഗ്രത, ശ്രദ്ധ. ഒരുവന്റെ വിജയത്തിന് കളമൊരുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവയാണ്. കരിയർ ഗൈഡൻസിന്റെയും കരിയർ കൗൺസിലിംഗിന്റെയും അന്തസ്സത്തെയും അത് തന്നെയാണ്. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്ന ആപ്തവാക്യം ഞാൻ ഈ അവസരത്തിൽ നോക്കിപ്പോയി. അതോടൊപ്പം ambition is the spur that makes one struggle with destiny. It is God's own incentive to make purpose great and achievement greater. വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറനൈ വേറിട്ട് കരുതേണമോ. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. പ്രിയപ്പെട്ട ശ്രീ അഖിൽ കുര്യൻ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ശ്രീപെരുമ്പത്തൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് വി ക്യാൻ എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പബ്ലിക് പോളിസി സഹായം വേണ്ട ഇടങ്ങളിൽ ഒക്കെ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒക്കെ അവർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവര് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവര് എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോവുകയല്ല ചെയ്തത്. പകരം അവര് ഒരു സംരംഭം ഉണ്ടാക്കി അതിൽ ഇന്ന് നിരവധി ആളുകൾക്ക് വിവിധ ജില്ലകളിൽ അവർ ജോലി നൽകുകയാണ്. ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേവലം പണം നേടാനുള്ള കരിയർ വളർത്തിയെടുക്കാനുള്ള ഒരു വഴിയായി മാത്രം വിദ്യാഭ്യാസത്തെ കാണാതെ സ്വന്തം പ്രതിഭ കണ്ടെത്തുന്നതിനുള്ള, അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അചഞ്ചലമായ അടിസ്ഥാനമായി വിദ്യാഭ്യാസത്തെ മാറ്റണമെന്ന് രാജു നാരായണസ്വാമി പറഞ്ഞു. മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള കൊമേഴ്സ് കരിയർ കോൺക്ലേവിലൂടെ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. കൊമേഴ്സ് മേഖലയിലെ ഭാവി സാധ്യതകളെക്കുറിച്ചും യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു നടത്തിയ കോൺക്ലേവിൽ 180-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കൊല്ലം ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേറ്റർ പോൾ ആന്റണി, സ്കൂൾ പ്രിൻസിപ്പൽ സജി വർഗീസ്, പ്രഥമാധ്യാപകൻ ഫിലിപ്പം ഏലിയാസ്, പബ്ലിക് പോളിസി അനലിസ്റ്റ് അഖിൽ കുര്യൻ, III കൊമേഴ്സ് അക്കാദമി പ്രതിനിധി ഷെറിൻ കളത്തിൽ, കണക്ട് കുണ്ടറ പ്രോജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ CG എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന പുനലൂർ വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും നടത്തിയത്. കോട്ടൂർ ഭാഗത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് വെട്ടിപ്പുഴയിൽ സമാപിച്ചു. MLA റോഡും ഉപരോധിച്ചു. പവർ ഹൗസ്, കോമളംകുന്ന് വാർഡുകളുടെ അതിർത്തിയിലുള്ള വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് 4 വർഷമായി തകർന്നു കിടക്കുകയാണ്. MLA ഫണ്ടിൽ നിന്നുള്ള പണം വിനിയോഗിച്ച് റോഡ് റീടാറിംഗ് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ട് 1 വർഷം കഴിയുന്നു. എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൻപിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി പൊട്ടിത്തകർന്നു തരിപ്പണമായി കിടക്കുന്ന വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാൽനട യാത്ര പോലും ദുസ്സഹമായി, അപകടങ്ങൾ നിരന്തരമായി, സാധാരണക്കാരന്റെ യാത്രാ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതായിട്ടും യാതൊരുവിധമായ നടപടികളും ഉണ്ടാകാത്ത സാഹചര്യം ഇല്ലാതായിട്ടും അപകടങ്ങൾ നിരന്തരമായിട്ടും യാതൊരുവിധമായ നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന
വൻപിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രതിഷേധ മാർച്ചിൽ അണിചേരുവാൻ രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ കോട്ടൂർ ഭാഗത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് വെട്ടിപ്പുഴയിൽ സമാപിച്ചു. തുടർന്ന് MLA റോഡ് ഉപരോധിച്ചു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വിടാൻ തയ്യാറാവാത്ത ഓട്ടോ സ്റ്റാൻഡ് ചോദിച്ചു നോക്ക്, ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നമ്മുടെ അവകാശമല്ലേ? കലയാങ്കുളം വഴി കറങ്ങി വന്നിട്ട് അല്ലെങ്കിൽ ചെമ്മത്തൂര് വരുന്ന ആൾക്കാർ അതിലേ കറങ്ങി വരുന്നത് 40 രൂപ കൊടുക്കുന്നടുത്ത് 80 രൂപ കൊടുക്കാൻ അരമണിക്കൂറോളം റോഡ് ഉപരോധം നീണ്ടു നിന്നു. നമ്മുടെ ഈ റോഡ് നടന്നു പോകാൻ ഇവിടുത്തെ പർവ്വത്തിലാക്കി കിടക്കുകയാണ്. എന്താണ് മുനിസിപ്പാലിറ്റി സംഭവിച്ചിരിക്കുന്നത്? മുനിസിപ്പാലിറ്റിയുടെ മിക്കവാറും ഏകദേശം എല്ലാ റോഡുകളിലെ അവസ്ഥ തന്നെയാണ്. എന്താണ് കാരണം ചോദിക്കുമ്പോൾ ഒന്നുകിൽ കോൺട്രാക്ടർ പേര് പറയും, അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ പറയും. ഇങ്ങനെ മുട്ട നിറക്കുന്നത് പറഞ്ഞ് നീണ്ടു പോകുന്നതല്ലാതെ ഒരു പരിഹാരം ഇതിനുണ്ടാവുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാകുന്നവരെ ഈ നാട്ടുകാർ ഏതറ്റം വരെയും സമരം ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് സാധാരണ അവകാശമായ കുടിവെള്ളം, റോഡ്, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ് ഇതെന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്? നാളെ ഇതുവരെ ഈ ഭരണത്തിൽ ഇവിടെ കയറിയതിന് ശേഷം ഈ 4 വർഷം ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഒരു ബൾബെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ വാർഡുകളിൽ ഒരു റോഡുകളും ശരിയാക്കിയിട്ടുണ്ടോ? മനുഷ്യനെ നികുതി കൊടുക്കുന്നവരെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് അവഹേളിക്കല്ലേ ഇവർ ചെയ്തു. നിർമ്മാണത്തിനിടെ കരാറുകാരൻ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികളെടുത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമായി. അവിടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ആൾക്കാര് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നമ്മൾക്ക് പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ റോഡ് പണിഞ്ഞ് തീരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഓരോ 2 വീട്ടിൽ നമ്മുടെ സോമന്റെ വീട്ടിലെ വെള്ളം കയറി അതെല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വരാണ്ട് നമ്മുടെ ഒരു പരിസരവാസിയാണ് അവരും. ഈ റോഡിനകത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുകയാണ്. കുഞ്ഞുങ്ങളെ വരെ ഈ റോഡിൽ മറിഞ്ഞു വീഴുക. നിങ്ങളൊന്നും മുനിസിപ്പാലിറ്റിയോട് ചോദ്യമല്ലേ ചോദിക്കാൻ? ഭരണം കിട്ടുമ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പണികൾ എത്രയും പെട്ടെന്ന് തീർച്ചയാണെന്ന് ഞാനും പറയുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ നിർവഹണം ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വഴിയാണ്. എന്നാൽ ചില ഇടതുപക്ഷ പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് വാർത്ത സൃഷ്ടിച്ചിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ നിർവഹണം ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വഴിയാണ്. നേരത്തെ നഗരസഭാ സെക്രട്ടറിയെ ഇടതുമുന്നണി പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഈ നൈറ്റ് മാർച്ച് കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഈ പ്രദേശത്ത് തടിച്ചുകൂടിയ നൂറുകണക്കായ ആളുകളോട് ആ കാര്യത്തിൽ ആത്മാർത്ഥമായി ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ പ്രതിഷേധം നമ്മൾ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. തുടർ ദിവസങ്ങളിലും ഈ പണി ചെയ്യുന്നത് വരെ നമ്മൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് നടത്തി. പുനലൂർ സ്വദേശിയായ R. രതീഷിന്റെ ചികിത്സയ്ക്കായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. പുനലൂർ കല്ലട ബോയ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചലഞ്ച്. സുഹൃത്തായ രതീഷിന്റെ 2 വൃക്കം തയ്യാറായതിനാൽ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ പങ്കാളിയായി. നമ്മൾ സമൂഹത്തിൽ എല്ലാവരും ഇതിൽ പങ്കാളിയാവണമെന്നും താഴ്മയെ അപേക്ഷിക്കുന്നു. പുനലൂർ കല്ലട ബോയ്സിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. ഇരുവൃക്കകളും തകരാറിലായ പുനലൂർ ഹൈസ്കൂൾ വാർഡിൽ TB ജംഗ്ഷനിൽ ഇന്ദിരാഭവനിൽ R. രതീഷിന്റെ ചികിത്സയ്ക്കായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. 50 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി വേണ്ടിവരിക. പുനലൂർ ബോയ്സ് സ്കൂൾ മൈതാനത്താണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ബിരിയാണി ചലഞ്ചിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നടത്തിയ പ്രചാരണത്തിലൂടെ 25 ലക്ഷത്തോളം രൂപ ലഭിച്ചു. ഇനിയും 25 ലക്ഷം രൂപ കൂടി ലഭിച്ചാൽ വൃക്കകൾ മാറ്റിവെക്കാൻ കഴിയും. 2 വർഷത്തിലധികമായി ചികിത്സയിലാണ് രതീഷ്. ഭാര്യയും 3ഉം 1ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമാണ് ഈ യുവാവ്. ഇപ്പോൾ ജീവൻ നിലനിർത്താനായി ആശയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. കൗൺസിലർ PA അനസിന്റെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടക്കുന്നത്. കല്ലട ബോയ്സ് ക്ലബ്ബ് പ്രതിനിധികളായ AK നവാസ്, K സുനിൽ എന്നിവരും രതീഷിന്റെ സഹോദരൻ R. രാജേഷും ധനസമാഹരണത്തിന് നേതൃത്വം നൽകുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കം മാത്രമാണ് ഇത്. ജനങ്ങളിലേക്ക് എങ്ങനെ സന്ദേശം എത്തിക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലട ബോയ്സ് ക്ലബ്ബിലുള്ള ചെറുപ്പക്കാർ ഇങ്ങനൊരു ബിരിയാണി നൽകിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവർ ഇവിടെ വന്ന് കഴിച്ചിട്ട് അവർ കൊടുക്കുന്ന എത്ര സംഭാവനയായാലും അതെല്ലാം കൂട്ടിവെച്ച് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്യമം മാത്രം. അത് തുടക്കം മാത്രമാണ്. ഇതിന്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഈ ബിരിയാണിക്ക് ഒരു ജീവന്റെ തുടിപ്പാണുള്ളത്. നമ്മൾ ഇവിടെ വന്ന് അതിൽ പങ്കെടുക്കുമ്പം നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ആ ചെറുപ്പക്കാരനെ ഓർത്തുകൊണ്ട് കഴിക്കുന്ന ആ ഒരു ബിരിയാണി എന്ന് പറയുന്നത്, അതിലൂടെ അവനൊരു ജീവൻ നൽകിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പിടി ചോറിലും അവന്റെ ജീവന്റെ തുടിപ്പുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
ഈ സാധാരണ ബിരിയാണി ചലഞ്ച് നടത്തുമ്പം അതിൽ നിന്ന് സ്വരൂപിക്കുന്ന പൈസയുടെ നല്ലൊരു ശതമാനം പൈസ ആ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെലവാക്കാറുണ്ട്. പക്ഷേ ഈ പരിപാടി എന്ന് പറയുന്നത് ബിരിയാണിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ക്ലബിൻ്റെയും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ സ്പോൺസർ ചെയ്തതാണ്. രതീഷിന് കിട്ടുന്ന 1 രൂപ പോലും ഈ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നില്ല. അത് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. ചികിത്സാ സഹായം സ്വരൂപിക്കാൻ യൂണിയൻ ബാങ്കിന്റെ പുല്ലൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കല്ലട ബോയ്സ് എന്ന് പറയുന്ന ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിലെ കുട്ടികളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇത്രയും ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുകയും രതീഷിന്റെ കിഡ്നിയുടെ, അതായത് 2 കിഡ്നിയും തകരാറിലാണ്, 2 കുഞ്ഞുങ്ങളാണുള്ളത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ പൊതുസമൂഹത്തിന്, നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു കടമയാണ്. നമ്മളെ പുള്ളിക്കൊരു ഔദാര്യമൊന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇറങ്ങി പ്രവർത്തിച്ച് ഇന്നത്തെ ഈ ബിരിയാണി ചലഞ്ച് നമ്മൾ വലിയൊരു വിജയമായിട്ട് തീരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പര്യടനം. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായാണ് പര്യടനം നടത്തിയത്. ഊര് നിവാസികൾ നൽകിയ പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് റൂറൽ SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായാണ് വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവി പര്യടനം നടത്തിയത്. ഊര് നിവാസികൾ നൽകിയ പരാതികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് വില്ലുമല സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ റൂറൽ SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ്. മദ്യം പറ്റിയുള്ള ഇൻഫർമേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ASPക്കോ അല്ലെങ്കിൽ കൺസേൺഡ് SHOയോ നിങ്ങൾക്ക് അറിയിക്കാം. ശക്തമായിട്ടുള്ള പോലീസ് നടപടി എല്ലാ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള നടപടി നമ്മളിവിടെ ഉറപ്പുവരുത്തുന്നതാണ്. പുനലൂർ ASP അപർണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അജിത കൊളത്തൂപ്പുഴ, SHO B അനീഷ്, തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സെൽവരാജ്, സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ, ഊരുമൂപ്പൻ തങ്കപ്പൻ കാണി തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടിൽ പഠനം തുടങ്ങിയ അന്ന് മുതൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് ഒരു അധ്യാപകർ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും ഫോൺ പൈസ ഇല്ലെങ്കിലും കൂലിപ്പണി എടുത്ത് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഈ ഫോൺ കുട്ടികളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് കൂടുതൽ ഈ മദ്യപാനമായാലും പീഡനങ്ങളായാലും ഒളിച്ചോട്ടങ്ങളും ശൈശവ വിഭാഗം എല്ലാം നടന്നത്. അതിന് മുന്നേ ഉന്നതികൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഫോണിന്റെ ഉപയോഗം ഭയങ്കര രൂക്ഷമാണ്. ഫോണ് കാരണം കുടുംബത്തിലെ കലഹങ്ങൾ, കുട്ടികളും അമ്മമാരുടെ കലഹങ്ങൾ, അങ്ങനെ ഫോണ് ഭയങ്കര ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് നമ്മളെ ഉന്നതികൾ. പിന്നെ വില്ലുമല നോർത്തിനെ സംബന്ധിച്ച് പറയാം, നോർത്ത് മാത്രമല്ല നമ്മുടെ ഈ കൊളത്തൂപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും മദ്യപാനം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ശാസ്താംകോട്ട പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വ്യാപാരികളുടെ പ്രതിഷേധം. സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കുണ്ടറ പള്ളിമുക്ക് മേൽപ്പാല നിർമ്മാണം. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. RBDCKയാണ് നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ശുചിമുറി മാലിന്യം കായലിലേക്ക് ഒഴുകി. കരുനാഗപ്പള്ളി 14ാം ഡിവിഷനിലാണ് സംഭവം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.